നമുക്കിന്നൊരു ഓവർനൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയാലോ? ഞാനേ ഇവിടെ നിന്ന് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് പോകുന്നത്. നാട്ടിലായിരുന്ന സമയത്തൊക്കെ 2 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നത് ചിന്തിക്കാനേ പറ്റില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂർ ട്രാവലിങ്. ഇതിപ്പോൾ ഡെയിലി 2 മണിക്കൂർ ട്രെയിനും കയറി പോയിട്ടാണ് വരുന്നത്. അതൊക്കെ പോട്ടെ. അപ്പം എന്തായാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് വിശക്കും. അപ്പം ഞാൻ യൂഷ്വലി കൊണ്ടുപോകാറ് ഒരു സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ബ്രെഡോ ഒരു റോളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം നമുക്ക് ചോറ് അവിടെ കൊണ്ടുപോയി കഴിക്കാൻ പാടാം. അപ്പം ഞാൻ പെട്ടെന്നൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഒരു ബട്ടർ ഇടുക. ഇത് കുറച്ചൊരു ഹെൽത്തി വേർഷനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് ബ്രോക്കോളിയും ക്യാരറ്റും ക്യാബേജും കയ്യിൽ കിട്ടുന്ന പച്ചക്കറിയൊക്കെ ഇട്ടു. വൈകിട്ട് കഴിക്കുന്നതല്ലേ, ഒത്തിരി ഹെവി ആക്കണ്ട. എന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഫ്ലേവറായിട്ട് എനിക്ക് ഏലക്കയുടെയൊക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടം. അപ്പം ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാനത് കുടിച്ച് തീർത്തോളൂ. ഈ ബോട്ടിലുണ്ടല്ലോ, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലതാണ്. അത്യാവശ്യം ചൂടും തണുപ്പും ഒക്കെ നിൽക്കുകയും ചെയ്യും, നല്ല ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പോയി റീഫില്ല് ചെയ്യേണ്ട. അത് കാരണം ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും നൈറ്റ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ആ ബോട്ടിലാണ് കൊണ്ടുപോകാറ്. അപ്പോഴത്തേക്കും നമ്മൾ ഓംലേറ്റ് റെഡിയായി. അതൊന്ന് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തിടുക. പിന്നെ ഞാനിത് ഒന്നിച്ച് വെച്ചുകൊണ്ട് പോകത്തില്ല. കാരണം നമുക്ക് ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്യാറില്ല, അവിടെ ചെന്നിട്ട് ടോസ്റ്റ് ചെയ്യാറില്ല. നമുക്ക് ടോസ്റ്റർ അവിടെ ഉള്ളതുകൊണ്ട് ഓംലേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് പോകും. എന്നിട്ട് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ബട്ടറും എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ടോസ്റ്റ് ചെയ്യും. പിന്നെ വൈകിട്ടില്ല ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ടീ ബാഗും ഒരു കുക്കിയൊക്കെ എടുക്കും. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.